ഉള്ളത്. അപ്പൊ ഇതുവരെയായിട്ട് വൺ ടാപ്പ് ഹെഡ് ഷോട്ട് അടിക്കാൻ അറിയാത്തവരും അല്ലെങ്കിൽ ഇപ്പൊ വൺ ടാപ്പ് അടിക്കാൻ അറിഞ്ഞെങ്കിൽ തന്നെയും ഒരു 10 അടിച്ചാലും ഒരെണ്ണം ഹെഡ് ഷോട്ട് കിട്ടുള്ളൂ എന്നുള്ളവരുണ്ട്. അപ്പൊ അവരും പിന്നെ ഷോട്ട് ഗൺ എടുത്ത് കളിച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കിഡിലായിട്ടുള്ള ഒരു വൺ ടാപ്പ് ട്രിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ എല്ലാ മച്ചവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കുറെ അധികം മച്ചവർ കുറെ നാളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതായത് M187 അല്ലെങ്കിൽ മെയിനായിട്ട് ഷോട്ട് ഗൺ കൊണ്ട് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വൺ ടാപ്പ് ഹെഡ് ഷോട്ട് അടിക്കുക, അതിന് വല്ല ട്രിക്കൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് മുമ്പ് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ട്രിക്ക് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചധികം പേര് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ആരും ഇതിന് താഴെ അവരുടെ കോപ്പി ഇവരുടെ കോപ്പി എന്നൊന്നും കമന്റ് ചെയ്യാൻ നിൽക്കരുത്. ഇത് ആരും കോപ്പിയല്ല, ഞാൻ പേഴ്സണലി എങ്ങനെയാണ് ഷോട്ട് അടിച്ച് പഠിച്ചത് അല്ലെങ്കിൽ വൺ ടാപ്പ് ഇപ്പോഴും എങ്ങനെയാണ് അടിക്കുന്നത് ആ ഒരു ട്രിക്ക് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോപ്പി ആ കാര്യങ്ങളൊന്നും ആയിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തണം. ഡയറക്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ M187 അല്ലെങ്കിൽ ഷോട്ട് ഗൺ ഒക്കെ ഉപയോഗിച്ച് വൺ ടാപ്പ് അടിക്കുന്നത് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പൊ അതന്നെയാണ് ഞാൻ നിങ്ങൾക്കും ഡീറ്റെയിൽ ആയിട്ട്, അതായത് വളരെ എത്രത്തോളം ചുരുക്കി പറയാൻ പറ്റും അത്രത്തോളം ചുരുക്കിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. എളുപ്പത്തിൽ എല്ലാ പ്രിഫർ പ്ലേസിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ആർക്കും ബോറടി കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഇരുന്ന് കാണണമെങ്കിൽ എല്ലാവർക്കും നല്ല സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ചെറിയൊരു സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് സംഭവം ശരിക്കും. അപ്പൊ ഇപ്പൊ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്തിട്ട് സംഭവം എന്ന് കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ സ്ലോ മോഷൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായി പറഞ്ഞു. നിങ്ങൾക്ക് വളരെയധികം പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഞാൻ നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് ആ ഒരു മനുഷ്യ പ്രതിമേനെ വൺ ടാപ്പ് ഹെഡ് ഷോട്ട് അടിച്ച് കാണിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരിക്കലും അതിന്റെ തലയിലേക്ക് എയിം ചെയ്ത് വെച്ച് ഹെഡ് ഷോട്ട് അടിക്കുന്നൊന്നല്ല കേട്ടോ, അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ലേ. എന്തായാലും ഇത് നിങ്ങൾക്ക് സ്ലോലി കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വർക്ക് ചെയ്ത് വേറെ ഒറ്റ ബട്ടനും നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. ഓൺലി ഫയർ ബട്ടൺ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് ഈ മനുഷ്യ പ്രതിമേനെ അടിച്ച് കാണിച്ചിരുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നേരെ അതിന്റെ തലേനൊക്കെ വെച്ച് അടിക്കാൻ നിൽക്കരുത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ വൺ ടാപ്പ് പഠിക്കില്ല. ജസ്റ്റ് അതിന്റെ ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. ആ ഒരു എന്താ നമ്മുടെ വട്ടത്തിലുള്ള ആ ഒരു എയിമിന്റെ ആ ഒരു ചിഹ്നയില് അത് ജസ്റ്റ് അതിന്റെ ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് റെഡ് കത്തണ വശം നിങ്ങൾ ഫയർ ബട്ടൺ ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യാം. ഫയർ ബട്ടൺ മാത്രം, വേറെ ഒന്നും നിൽക്കരുത്. ഫയർ ബട്ടൺ സി തിരിച്ചിട്ട പോലെ, അതായത് സി ലെഫ്റ്റിക്ക് വരയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ടിക്ക് ഷേപ്പിൽ നിങ്ങൾ ഒരു റൊട്ടേറ്റ് ഡ്രാഗ് എന്നൊക്കെ അതിന് പറയാം. അതേപോലെ നിങ്ങൾ ഡൗൺ ഡ്രാഗ് ചെയ്തിട്ട് അപ്പൊ തന്നെ ടിക്ക് അടിക്കുന്ന പോലെ ഒന്ന് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സ്ലോ മോഷൻ കാണിച്ചിട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ 3 സ്റ്റെപ്പാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് എയിം ലോക്ക് എന്ന് വെച്ചാൽ അതിന്റെ ബോഡിയിലേക്ക് കറക്റ്റ് ആയിട്ട് വെക്കരുത്. നെക്സ്റ്റ് ആയിട്ട് ആ ഒരു നമ്മുടെ എയിം ബട്ടൺ ചോപ്പൊക്കെ എത്തുന്നവരെ ആ ഒന്ന് നിൽക്കാതെ കഴിഞ്ഞിട്ട് ഡൗൺ ഡ്രാഗ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ടിക്ക് അടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഞാൻ കറക്റ്റ് ആയിട്ട് അത് സ്ലോ മോഷൻ കാണിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആ ഒരു എയിം ബട്ടൺ ഹെഡ് മെക്കെ ബോഡി മെക്കെ വെക്കാതെ ചെറുതായിട്ട് ചോപ്പൊക്കെ തന്നെ വരെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് നൈസായിട്ട് ഫയർ ബട്ടൺ ഡൗണിക്ക് വലിച്ചിട്ട് ടിക്ക് പോലെ, അതായത് സി ലെഫ്റ്റിക്ക് തിരിച്ച പോലെ ഒന്ന് നൈസായിട്ട് അടിക്കുക. അപ്പൊ സ്ലോ മോഷനിൽ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 3 എണ്ണമുള്ള എയിം ചെയ്യുക, അതായത് എയിം ലോക്ക് ആവണവരെ നൈസായിട്ട് എന്നിട്ട് റെഡ് ആവുന്ന വരെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡൗണിക്ക് നൈസായിട്ട് ഫയർ ബട്ടൺ വലിച്ചിട്ട് ടിക്ക് ഷേപ്പിൽ അടിച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വൺ ടാപ്പ് ട്രിക്ക് ആണ്. ഇതാണ് ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള വൺ ടാപ്പ് ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറച്ച് പേർക്കൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇത് മനസ്സിലായ കൂടി നിങ്ങളിപ്പോ വൺ ടാപ്പ് അടിച്ചോളുന്നില്ല. കുറച്ച് പേർക്കൊക്കെ ഇത് മുമ്പേ അറിയാമായിരിക്കും. എങ്കിലും അവരിപ്പോ 10 അടി അടിച്ചാൽ ചിലപ്പോൾ 2 അടി വൺ ടാപ്പ് കയറുന്നുണ്ടാവുള്ളൂ. ആ ഒരു അവസ്ഥ മാറ്റാനായിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായി തന്നെ പ്രാക്ടീസ് എടുക്കുക. അതിനായിട്ട് ഇപ്പൊ കസ്റ്റം കളിച്ചാൽ ക്ലാഷ് വാട്ടർ ആംഗിൾ മാച്ച് ഒന്നും കളിക്കണമെന്നില്ല. നിങ്ങളിപ്പോ ഞാൻ കാണിക്കുന്ന പോലെ ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ആ ഒരു മനുഷ്യന്റെ സ്റ്റാച്ചു, ആ ഒരു പ്രതിമേനെ പോയിട്ട് ഇപ്പൊ ഞാൻ ചെയ്ത പോലെ വൺ ടാപ്പ് അടിച്ച് പഠിക്കാം. അപ്പൊ നൈസായിട്ട് നിങ്ങൾ വൺ ടാപ്പ് കയറുന്നുണ്ടെന്ന് ഉറപ്പാവണമെങ്കിൽ നിങ്ങൾ ജോയ്സ്റ്റിക്ക് ഒക്കെ എടുത്ത് ചാടി മറന്നും തിരിഞ്ഞ് മറന്നും ഗണ്ടെട്ടെന്ന് സ്വിച്ച് ചെയ്തൊക്കെ വൺ ടാപ്പ് അടിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിൽ കോൺഫിഡൻസ് ആയി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ബാക്കിയുള്ള പ്ലേസിന് ഇങ്ങനെ വൺ ടാപ്പ് അടിച്ച് വൺ ടാപ്പ് കിട്ടുന്നുണ്ടോ നോക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ സാധാ ക്ലാഷ് വാട്ടർ അല്ലെങ്കിൽ ക്ലാഷ് വാട്ടർ ആംഗിൾ മാച്ച് കളിച്ച് അതിൽ മാക്സിമം ഇങ്ങനെ വൺ ടാപ്പ് അടിക്കാനായിട്ട് നോക്കാം. കില്ല് കിട്ടുന്നതിന് ഉപരി നിങ്ങൾ വൺ ടാപ്പ് അടിക്കാനായിട്ട് നോക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ 2-3 കസ്റ്റം കാർഡൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾ കസ്റ്റ് ഇട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ വൺ ടാപ്പ് ശരിയാവുന്നുണ്ടോ നോക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വൺ ടാപ്പ് പഠിച്ചിട്ടുണ്ടാവും. ഇത്ര കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കാൻ. നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കുന്ന ട്രിക്ക് പഠിച്ചു. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഞാൻ കാണിച്ച പോലെ ആ ഒരു മനുഷ്യന്റെ പ്രതിമേനെ അടിച്ച് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ബാക്കിയുള്ള പ്ലേസിന് ഇങ്ങനെ വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്നോ നോക്കാം. അപ്പൊ മിക്കവർക്കും ഇങ്ങനെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ അടിക്കുമ്പോൾ ശരിക്കും വൺ ടാപ്പ് സെറ്റ് ആവുന്നുണ്ടോ, ബാക്കിയുള്ള പ്ലേസിനെ കറക്റ്റ് ആയിട്ട് ഹെഡ് ഷോട്ട് കിട്ടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഞാൻ വലിയ വൺ ടാപ്പ് പ്ലെയർ ആയിരുന്നു. പക്ഷെ ഒരിക്കലും നിങ്ങൾ അവിടെ വൺ ടാപ്പ് പ്ലെയർ ആയിട്ടില്ല. വീണ്ടും നിങ്ങൾ ക്ലാഷ് വാട്ടർ ആംഗിൾ മാച്ച് കളിച്ച് അതിൽ ഇങ്ങനെ വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം.
അപ്പം സെറ്റ് ആവണമെങ്കിൽ പിന്നെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു 2-3 കസ്റ്റമർ നിങ്ങളെ ഫ്രണ്ട്സിനെ വിളിച്ച് കസ്റ്റം ഇട്ട് ഒന്നും കൂടി ഒന്ന് വൺ ടാപ്പ് സെറ്റ് ആക്കാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം നന്നായി തന്നെ വൺ ടാപ്പ് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ടൊന്നും നമുക്ക് വലിയ വൺ ടാപ്പ് പഠിക്കുന്ന പ്ലെയറായിട്ട് മാറാനായിട്ട് സാധിക്കില്ല. അതിന് കുറച്ച് സാവകാശം, കുറച്ച് നല്ല പരിശ്രമമൊക്കെ ആവശ്യമാണ്. അപ്പൊ എന്തായാലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഇത് നന്നായി തന്നെ പരിശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു വൺ ടാപ്പ് പഠിക്കുന്ന പ്ലെയറായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പൊ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഇത് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു വൺ ടാപ്പ് ട്രിക്കാണ് പറഞ്ഞത്. ഇനി ഗിൽഡ് വാർ കസ്റ്റമേഴ്സ് കളിക്കുമ്പോൾ നന്നായി തന്നെ ഉപകാരപ്പെടുന്ന വേറെ ട്രിക്കും കൂടി ഉണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കിട്ടുന്ന സപ്പോർട്ട് അനുസരിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാ ഫ്രീ ഫയർ കളിക്കുന്ന ചാനലിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ഇനി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാ ചങ്കു വച്ചവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ വച്ചവർ.